ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കാമെന്നും എല്ലാ തിങ്കളാഴ്ചയും ഹാജരാക്കാമെന്നുമാണ് നിർദ്ദേശം. അതേസമയം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വരനെ നാളെ ഉച്ചവരെ കസ്റ്റഡിയിൽ വിട്ടു. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, രണ്ടാമത്തെ കേസിൽ വളരെ നിർണായകമായ ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം? ഒപ്പം അതിജീവിതമാരെ അപമാനിക്കുക എന്നത് കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമായി കോടതി പരിഗണിക്കുന്നു എന്നാണോ രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്? ശ്രീജ, ഈ ആദ്യത്തെ കേസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതാണ് രണ്ടാമത്തെ കേസിലെ ആരോപണങ്ങളും ആ പരാതിയും എങ്കിലും ജാമ്യം കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുവദിച്ചു. ഒരുപക്ഷേ ഈ കേസിൻ്റെ കാലതാമസം, കേസ് പരാതിയായി ഉയർന്നു വരാനുള്ള കാലതാമസമാണ് കോടതി അനുകൂലമായ ഒരു തീരുമാനമെടുത്തതിന് കാരണമായിട്ടാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാവേണ്ടത്. തിങ്കളാഴ്ച മുതൽ എല്ലാ തിങ്കളാഴ്ചയും ഹാജരാവണമെന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ അറസ്റ്റ് പാടില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാലും സാങ്കേതികമായി അറസ്റ്റ് ചെയ്യാമെങ്കിലും ജയിലിലേക്ക് പോകാൻ കഴിയില്ല. ഇതോടുകൂടി ജയിലിൽ പോവില്ല എന്നതാണ്. രണ്ട് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് പോകുന്ന സാഹചര്യം നിലവിലില്ല എന്നതാണ് അദ്ദേഹത്തിന് നിയമപരമായി കിട്ടുന്ന പിന്തുണ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് രാഹുലിന് അനുകൂലമായ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കവും പാടില്ല. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പരസ്യപ്പെടുത്തുന്ന തരത്തിൽ അവർക്കെതിരെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ സ്വീകരിക്കുന്നത് ഇതടക്കമുള്ള കർശന നിബന്ധനകൾ ഉത്തരവിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ നീക്കം ഈ വിഷയത്തിൽ അപ്പീലിന് പോകാൻ തന്നെയാണ്. അതായത് സെഷൻസ് കോടതിയുടെ ഈ നീക്കം ഹൈക്കോടതിയിലൂടെ റദ്ദ് ചെയ്യപ്പെടുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കമുണ്ടാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും തിങ്കളാഴ്ച ആണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാവേണ്ടതെങ്കിലും അതിനു മുമ്പ് രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം രാഹുൽ നാളെ തെരഞ്ഞെടുപ്പാണ്. രാഹുലിന് വേണമെങ്കിൽ പാലക്കാട് എത്തി വോട്ട് ചെയ്ത് മടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ രാഹുൽ അതിന് തയ്യാറാകുമോ, അതല്ലെങ്കിൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാം. തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യാം. ഒരു ദിവസം പൂർണ്ണമായും ചെലവഴിച്ചും ചോദ്യം ചെയ്യാം. വേണമെങ്കിൽ അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്താം. അറസ്റ്റ് മാത്രം പാടില്ല, കോടതിയിലേക്ക് അയക്കാൻ പാടില്ല എന്ന് മാത്രമേ തടസ്സമായി വരുന്നുള്ളൂ. എന്തായാലും അന്വേഷണ നീക്കങ്ങൾ ഉണ്ടാവും. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. രാഹുൽ മാങ്കൂട്ടം പുറത്തു വരുന്നതോടുകൂടി എവിടെയാണ് ഒളിവിൽ കഴിയുന്നത്, ആരാണ് സഹായിച്ചത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരും. ഇതിൽ സജിത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MLA എന്ന പദവിയാണ് ഒരുപക്ഷെ രാഹുലിന് ആദ്യഘട്ടത്തിൽ സെഷൻസ് കോടതിയിൽ തിരിച്ചടിയായത്. പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയ ശേഷം ഈ അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. MLA എന്ന നിലയിലുള്ള സ്വാധീനം ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്താൻ അടക്കം സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതേ സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ കൂടുതൽ ഗൗരവമേറിയ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പക്ഷേ ഈ വിലയിരുത്തലുകൾ ബാധകമായില്ലേ? യഥാർത്ഥത്തിൽ ഈ മുൻകൂർ ജാമ്യത്തിന് രണ്ടാമത്തെ കേസിൽ എളുപ്പമായത്, അതായത് ആദ്യ കേസിനേക്കാൾ കൂടുതൽ ശക്തമായ തെളിവുകളും ആരോപണവുമുള്ള കേസാണ് രണ്ടാമത്തെ കേസ്. നമുക്ക് ഓർക്കേണ്ടത്, ആദ്യത്തെ കേസിൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ കൂടുതൽ ശക്തമായ തെളിവുകളുള്ള, കൂടുതൽ ഗുരുതരമായ ആരോപണമുള്ള രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതിന് കാരണമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസിന് ഉണ്ടായ കാലതാമസമാണ്. അതായത് പരാതി കോടതിക്ക് മുന്നിലെത്താനുള്ള കാലതാമസമാണ്. ഏകദേശം ഈ സംഭവം പരാതിയിൽ ഉന്നയിക്കുന്ന സംഭവം നടന്നിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് പരാതി കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു കാലതാമസം കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാവാൻ. പക്ഷേ ഇത് അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. എന്തായാലും ഇതിൽ ഒരു പ്രത്യേകത ഉണ്ടാവുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടം ഒടുവിലായിരുന്നതുകൊണ്ട് തന്നെ പ്രാഥമികമായ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കലും ഒപ്പം തന്നെ ചില തെളിവ്
തെളിവുകളടക്കം ഇന്ന് കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ കൂടി പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ കാലതാമസമാവാം കാരണമായി, മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. കാരണം ഈ രണ്ടാമത്തെ കേസിൽ ഉന്നയിക്കപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അത് സംബന്ധിച്ച് രാഹുലിൻ്റെ നിലപാടറിയണം. ഇതുവരെ ഈ രണ്ട് കേസുകളിലും രാഹുൽ കോടതിയിലാണ് തനിക്കെതിരെ രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്ന നിലപാടെടുക്കുന്നത്, കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്ന നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നോട്ടിലോട്ട് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ചോദ്യാവലി അനുസരിച്ചുള്ള കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാവേണ്ടി വരും. മറ്റൊന്ന് സജിത്ത്, ഇന്ന് രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുകയും അതിജീവിതയെ അപമാനിക്കുകയും ചെയ്ത കേസിൽ രാഹുൽ ഈശ്വറിനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയാണ്. അതായത് വളരെ ഗൗരവത്തോടെ, ഒരുപക്ഷെ വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളത് ഈ അതിജീവിതകളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ എത്രത്തോളം കോടതി ഗൗരവത്തോടെ എടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോഴും രാഹുൽ ഈശ്വർ നാളെ വരെ വീണ്ടും കസ്റ്റഡിയിലാണുള്ളത്. എത്രത്തോളം ഗൗരവമുള്ള സംഭവമായിട്ടാണ് കോടതി രാഹുൽ ഈശ്വറിന്റെ നടപടികളെ കണ്ടിട്ടുള്ളത്? അത് വളരെ ആശ്ചര്യകരം തന്നെയാണ്. കാരണം ഈ കേസിൽ പ്രധാന ആരോപണ വിധേയനായിരിക്കുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം തന്നെ അനുവദിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം കേസുമായി അനുബന്ധമായ മറ്റൊരു കേസിൽ അതിജീവിതയുടെ അവരുടെ വ്യക്തിത്വം പരസ്യപ്പെടുത്തി എന്ന ആരോപണത്തിൽ രാഹുൽ ഈശ്വർ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം. അത് ജയിലിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നില്ല. 11 ദിവസമായി, 2 ആഴ്ചയോളമായി ജയിലിൽ കഴിയുകയാണ്. നാളെ 11 വരെ കസ്റ്റഡിയിലും കൊടുത്തിട്ടുണ്ട്. കോടതി അങ്ങേറ്റം ഗൗരവത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയുടെ വ്യക്തിത്വം, അവരുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തിയ നടപടിയെ കാണുന്നത്. അതുകൊണ്ട് അത്തരം നടപടികൾ നടത്തുന്നവർക്കെതിരെ കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോടതിയുടെ നീക്കമെന്ന് പറയാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നിബന്ധനകളിലും ഇത് കർശനമായി തന്നെ കോടതി പരാമർശിച്ചും പോയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വർ നാളെ രാവിലെ 11 വരെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. തെളിവ് ശേഖരണം അടക്കമുള്ള ചില കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ശേഖരിക്കാനുണ്ട്. ഇക്കാര്യങ്ങൾക്ക് സമയം വേണമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് നാളെ 11 വരെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. രാഷ്ട്രീയമായി ഉള്ള സാഹചര്യം കൂടി സജിത്ത് നമുക്കൊന്ന് വിലയിരുത്താം. നാളെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വളരെ നിർണായകമാണ്. ആ വോട്ടെടുപ്പിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഏറ്റവും നിർണായക ഘടകമായി മാറുന്ന 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ രാഹുലിൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. 4 പേരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 4 പേരെ പിടിച്ചെങ്കിലും രാഹുൽ ഒളിച്ചു കളിയാണെന്നും അല്ലെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും രാഹുലിൻ്റെ അടുത്ത നീക്കം? ശ്രീജ, പ്രസക്തമാണ് ഈ വിഷയം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമോ, സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നമുക്കൊരു പക്ഷേ നാളെ വരെ കാത്തിരിക്കേണ്ടി വരും ഈ ഉത്തരവിന് വേണ്ടി. കാരണം ഒളിവിലുള്ള രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വരുമോ, അതല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തേണ്ടത്, അതുവരെ കാത്തിരിക്കുമോ എന്ന ചോദ്യമാണ്. നാളെ രാഹുൽ ഒരുപക്ഷെ വോട്ട് ചെയ്ത്, അതായത് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനമെടുത്താൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ഇമ്പാക്റ്റും ചെറുതായിരിക്കില്ല. കാരണം കോൺഗ്രസിന് പൊതുവിൽ ഈ വിഷയത്തിലുണ്ടായ ക്ഷീണം മറികടക്കാൻ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ വളരെ ജാഗ്രതയിലാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ നാളെ രാഹുൽ വീണ്ടും പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുണ്ടാവും, മാധ്യമങ്ങൾക്ക് മുന്നിലേക്കെത്തും. രാഹുലിൻ്റെ നീക്കങ്ങളൊക്കെ നാളെ ഒരു പകൽ ദിനം വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും ചെയ്യും. ആ നീക്കത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ, അതല്ല തിങ്കളാഴ്ച വരെ ഒളിവ് ജീവിതം തുടരാൻ തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വാഭാവികമാണ്, രാഹുൽ ഒരു പുറത്തു വരുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്, ആരാണ് സഹായിച്ചത്, സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ സഹായം ഉണ്ടായിരുന്നു, അതല്ല കർണാടകയിൽ കോൺഗ്രസിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിലാണോ ഇരുന്നത്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ വില നൽകേണ്ടി വരുന്നത് കോൺഗ്രസും UDF-ഉമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ അതുകൊണ്ട് അതിന് നാളെ തയ്യാറാകുമോ, അതല്ല ഒളിവ് തുടരുമോ എന്നതാണ് നാളെ നമ്മൾ അവശേഷിക്കുന്ന ആകാംക്ഷ. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നാളെ പാലക്കാട് ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അടുത്ത നീക്കം, കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം 2ാമത്തെ കേസിൽ കിട്ടിയെങ്കിലും എന്തായിരിക്കും രാഹുലിൻ്റെ അടുത്ത നീക്കം എന്നതാണ് ഏറ്റവും ഉദ്വേഗജനകമായ കാര്യം.